പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, ഉന്മേഷത്തോടെ ദൈവത്തെ സേവിപ്പാൻ വിളിച്ച ദൈവവൈതലേ, ജീവിതം കഴിച്ചു കൂട്ടുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് തൻ്റെ സാന്നിധ്യം നമുക്ക് തന്ന് നാം തോറ്റുപോകുവാൻ, പരാജയപ്പെട്ട് നിലംപരിചാകുവാൻ അവൻ സമ്മതിക്കത്തില്ല. പൂർണ്ണമായി അവങ്കിൽ ആശ്രയിച്ച് WORRY ഈ വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് തൂത്ത് കളയണം. പക്ഷെ അങ്ങനെ ജീവിക്കുക അസാധ്യമാണ്. കാരണം ജീവിതത്തിൽ നാം ഫേസ് ചെയ്യുന്ന ഓരോ സംഗതികളിലും നോക്കിയാൽ വരയടിക്കാനുള്ള വിഷയങ്ങൾ കാണും. വരയടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് ഫിസിക്കലി ആദ്യം കാണുന്നത് വിയറിനെസ്, ക്ഷീണം, തളർച്ച. അതുകൊണ്ട് ഉന്മേഷമുള്ളവരായി, ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ 40 നേരത്തെ ചിന്തയ്ക്കായിട്ട് ഗലാത്യർ 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 6:9. നന്മ ചെയ്യൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ജീവിതം നമുക്ക് ചിലപ്പം തോന്നും ഒരു റാറ്റ് റേസാണ്, ഒരു നെവർ എൻഡിങ് റോളർ കോസ്റ്റർ. കുറേ ഡിമാൻഡ്സും കുറേ എക്സ്പെക്റ്റേഷൻസും അല്ലേ? പല പ്രതീക്ഷകൾ അങ്ങോട്ട് വന്നിട്ട് നമ്മളെ അത് പല ദിക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അനേകരെ ഞാനും എൻ്റെ ബാബുച്ചാനും ചേർന്ന് കൗൺസിൽ ചെയ്യുന്നതുകൊണ്ട് ജീവിതത്തിൽ നിന്നൊക്കെ കണ്ടെടുത്ത, മനസ്സിലാക്കിയെടുത്ത ചില കാര്യങ്ങളുണ്ട്. വാസ്തവമായി യേശു കർത്താവിനെ അനുകരിക്കുന്നവരെ ഫോളോ ചെയ്യുന്ന ഒരു ഡെവിളുണ്ട്, ഒരു പിശാചുണ്ട്. നിന്നെ ഇന്നെഫക്റ്റീവ് ആക്കുവാൻ, പ്രയോജനമില്ലാത്തവനായി മാറ്റുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ അവൻ്റെ ടാക്ടിക്സിലെ ഒന്നാമത്തെ കാര്യമാണ് വിയറിനെസ്. പ്രൈസ് ഗോഡ്. നാം മടുത്തു പോകരുതെന്നാണ് 6-ാം അധ്യായം ഗലാത്യർ 9 പറയുന്നത്. നാം തളർന്നു പോകരുത് എന്ന് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നാം സ്പിരിറ്റ്ലെസ് ആയി തീരരുത്, വോൺ ഔട്ടായിട്ട് തീരരുത്, ധൈര്യഹീനരായിട്ട് തീരരുത്, ശോഷണം സംഭവിച്ചവരായി തീരരുത്, ചീത്തയായിട്ട് പെരുമാറുവാനും ഇടയാകരുത്. നമുക്ക് ക്ഷീണം വന്നാൽ നമ്മുടെ ബിഹേവിയർ ഓട്ടോമാറ്റിക്കലി മോശമാകും. പോർ ബിഹേവിയറിലേക്ക് നാം നീക്കപ്പെടും. പല കാര്യങ്ങൾ ചെയ്ത് നാം തളർന്നിരിക്കുമ്പോൾ ഈ സെൽഫ് സാബോട്ടേജിങ് ബിഹേവിയറൊക്കെ, അതായത് ഒരു നശീകരണ സ്വഭാവമൊക്കെ നമ്മളിൽ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ പച്ചയായ മനുഷ്യരല്ലേ, നമ്മളിതൊന്നും കെയർ ചെയ്യുന്നില്ല. ചിലർ പറയത്തില്ലേ, പോണാൽ പോട്ടും പോട്ടെ, പോട്ടെന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകരുതേ. നീ ഓരോ ദിവസവും പിക്കപ്പ് ചെയ്തെടുക്കുന്ന വെയിറ്റ് ഉണ്ടല്ലോ, നീ തന്നെത്താൻ സ്വീകരിച്ച് വെക്കുന്ന ചില വറീസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മെ വിയർനെസ്സിലേക്ക് കൊണ്ടുവരും. ആ വിയർനെസ് വരുമ്പം പിന്നെ കൂടുതൽ ഭാരം പിന്നെ എടുക്കാൻ തോന്നും, കൂടുതൽ വറയിലേക്ക് നമ്മൾ ഇന്ന് ചാടും. അങ്ങനെ നമ്മൾ പവർലെസ്സായിട്ട് മാറും, ശക്തിഹീനരായിട്ട് മാറും, ബലഹീനരായിട്ട് മാറും. അങ്ങനെ നാം ശക്തിഹീനരായിട്ട് മാറുമ്പോൾ നമ്മുടെ ഫീലിങ്സിലും വ്യത്യാസമുണ്ടാകും, നമ്മുടെ വികാരങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും, അതും പവർലെസ്സായിട്ട് തീരും. വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു സ്വഭാവം കിട്ടണമെന്നോർത്ത് നീ അന്വേഷിക്കാൻ തുടങ്ങും. ഞാൻ പറയട്ടെ, നീ എന്ത് അന്വേഷിച്ച് നടക്കുന്നോ അത് നിനക്ക് കിട്ടുകയുമില്ല. അല്ലാത്തിൻ്റെ ഉള്ള ചിലതിൻ്റെയൊക്കെ അടിമയായിട്ട് നീ മാറുകയും ചെയ്യും അല്ലേ? അതുകൊണ്ടാണ്
പൗലോസ് അപ്പോസ്തലൻ വളരെ ക്ലിയറായിട്ട് ഗലാത്യ ലേഖനത്തിൽ പറയുന്ന നന്മ ചെയ്യുകയിൽ നാം മടുത്ത് പോകരുത്. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് നാം ഒരു ഓണർഷിപ്പ് സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മെ ഏൽപ്പിക്കുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ഓണർഷിപ്പ് തരിക. എന്തിനാ? ഭാരമൊക്കെ മാറ്റി, വെയിറ്റും വറീസും എല്ലാം മാറ്റി ക്ഷീണത്തിലേക്ക് പോകാതെ നമ്മെ തന്നെ സൂക്ഷിക്കുക. മക്കളെ, ഒരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ നല്ലത്. സെൽഫ് റിലയൻസ്, സ്വയത്തിൽ തന്നെ ആശ്രയിക്കുന്നത് നിന്നിൽ ഭാരം കൊണ്ടുവരും. അത് നിന്നിൽ ക്ഷീണം കൊണ്ടുവരും. കാരണം നീ ഓരോന്നും ചെയ്യുമ്പോൾ നിനക്കറിയാം, നിൻ്റെ മനസ്സ് നിന്നോട് പറയും, നീ ഇത് ചെയ്യുന്നത് നിൻ്റെ സ്വന്തം ശക്തിയാലാണ്. ഹല്ലേലൂയ. സ്വന്തം ശക്തിയാലാണോ? അല്ല. കൃപയാൽ 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 അല്ലേ നമ്മൾ പാടുമല്ലോ. യു ആർ നോട്ട് അറ്റംപ്റ്റിംഗ് ടു ഡു തിങ്സ് വിത്ത് യുവർ ഓൺ സ്ട്രെങ്ത്. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ജീവനും മരണവും നമ്മുടെ മുമ്പിലുള്ളതിനെ തിരഞ്ഞെടുക്കാൻ നമുക്കൊരു ചോയ്സ് അങ്ങ് ലഭിക്കുക. പ്രൈസ് ഗോഡ്. ക്ഷീണത്തിൻ്റെ വഴിയെ പോയാൽ, നമ്മുടെ ക്ഷീണം നാം ഗൗരവമായിട്ട് കാണാതിരുന്നാൽ നാം ഡെത്തിൽ ചെന്ന് എൻഡ് ചെയ്യും. സെൽഫ് റിലയൻസിൻ്റെ ഒരു ലൈഫ് ഒന്ന് ജീവിച്ചു തുടങ്ങിയാലോ. സ്വന്തം സ്ട്രെങ്ത് കൊണ്ട് ചിലതൊക്കെ ചെയ്ത്, പ്രൈഡും സെൽഫ് സഫിഷ്യൻസിയൊക്കെ ജീവിതത്തിൻ്റെ ഭാവങ്ങളാണ്. എന്നിട്ട് തന്നെ അങ്ങോട്ട് ചെയ്തു കൂട്ടും. അത് നല്ലതല്ല. എന്നാൽ അണ്ടർ ദ യൂക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിൽ നാം നിന്നിട്ട് കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അവൻ്റെ നുകം വളരെ ലൈറ്റാണ്. ഹല്ലേലൂയ. നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്കപ്പോൾ ഈസി ആയിട്ട് തോന്നും. ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദ ചോയ്സ് ഇസ് യോഴ്സ്. നീ എന്തിനാ വിയറി ആയിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചില ചോദ്യങ്ങളൊന്ന് കൺസിഡർ ചെയ്തേ. നീ വളരെ ക്ഷീണിതയാണ് എന്നാൽ പോലും ഞാൻ ക്ഷീണിതയല്ല എന്ന് പറയാൻ പറ്റാതെ ആയി പോകുന്നുണ്ടോ? ആൾക്കാരെ ഞാൻ മുഖേന ഞാൻ ഡിസപ്പോയിൻ്റ് ചെയ്യുന്നില്ല, ഡിസപ്പോയിൻറ്റഡ് ആക്കിയാൽ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്നോർത്ത് നീ ഭയപ്പെടാറുണ്ടോ? ഈ ലോകത്തിന് മുഴുവൻ വീണ്ടെടുപ്പ് വില കൊടുത്ത കർത്താവ് നിൻ്റെ വിഷയത്തിലും നിൻ്റെ കാര്യത്തിലും ഒരു റിഡംറ്റീവ് പേർപ്പസ് അവൻ ചെയ്തെടുക്കുമെന്ന് പ്രിയ ദൈവത്തിലെ നീ വിശ്വസിക്കുന്നുണ്ടോ? ഈ സംരംഭങ്ങൾ, വലിയ കാര്യങ്ങളൊക്കെ ആത്മീയ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നീ കേൾക്കുന്ന പദ്ധതിയുടെയൊക്കെ ഒരു ഭാഗമാണോ കുഞ്ഞെ? നിനക്കറിയാമോ, ദൈവത്തിൻ്റെ പ്ലാനിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് ഭാഗമാണ് അനുരൂപപ്പെടേണ്ടത്? പ്രൈസ് ദ ലോർഡ്. നിൻ്റെ ക്ഷീണത്തിൻ്റെ റൂട്ടൊന്ന് കണ്ടുപിടിക്കുക. നിൻ്റെ മനസ്സിന് വഹിപ്പാൻ കഴിയാത്തതിനെ നീ തള്ളിക്കള. നിന്നെ ഏതൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്ത് കർത്താവ് തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നുള്ളത് മനസ്സിലാക്കുക. അത് മതി. നോ മോർ ആൻഡ് നോ ലെസ്. ഈ ലോകത്തിൻ്റെ രക്ഷ എൻ്റെ ഷോൾഡറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, നിൻ്റെ ഷോൾഡറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. എന്താ നിനക്ക് തോന്നുന്നത്? പറ. എൻ്റെ തോളയില അത് റെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവകൃപയുടെ സന്തോഷത്തിന് അടിസ്ഥാനമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ട്യൂൺ ചെയ്യാമേ.
കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നുള്ള ഓരോ വറിയും ഓരോ ഫിയറും കർത്താവ് വെളിപ്പെടുത്തി തരുന്നതനുസരിച്ച് ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ നീ സഹായിക്കണമേ. സമാധാനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നീ ഞങ്ങൾക്ക് തെരുമാറാണമേ. ഓരോ ദിവസവും സ്വമാകുന്ന നങ്കൂരം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.